ചില മൂർത്തികൾ വരാഹി പോലത്തെ മൂർത്തികന് അങ്ങനത്തെ മൂർത്തികളുണ്ട്. ഈ വരാഹിയൊക്കെ പറയുമ്പോൾ ഫാസ്റ്റ് റിസൾട്ടാണ്. ചില ആൾക്കാർ യൂട്യൂബിലൊക്കെ പല യൂട്യൂബ് വീഡിയോസും കാണാം, നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വരാഹിനെ ജപിച്ചോന്ന്. ഒരിക്കലും ജപിക്കാൻ പാടില്ല. കാരണം വരാഹിയുടെ ഊർജ്ജം എടുത്തിട്ടുണ്ടെങ്കിൽ അവൻ തകർന്നു പോകും. കാരണം അവൻ്റെ ലൈഫ് വേറൊരു തലത്തിലേക്ക് സാമ്പത്തികം എല്ലാവരും ഉണ്ടാവും. ആ ഊർജ്ജം താങ്ങാതെ ആയിട്ടുണ്ടെങ്കിൽ അവൻ്റെ ലൈഫ് കുത്തനെ താഴത്തേക്ക് വീഴും. കാരണം വരാഹി എന്നുള്ള ഊർജ്ജം തന്നെ വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു ദേവതയാണ്. അപ്പം അറിയാതെ പോലും വരാഹിനെ ജപിക്കുമ്പോൾ ഊർജ്ജം നമ്മൾ എടുക്കണം, നമ്മുടെ സാമ്പത്തിക സ്രോതസ്സിന് വേണ്ടിയിട്ട് ഊർജ്ജം എടുക്കുമ്പോൾ. അപ്പോൾ ഈ ഒരു വരാഹ രൂപത്തിന് മൂർത്തി ആയിട്ട് ദുർമന്ത്രവാദത്തിന് ഉപയോഗിക്കുമ്പോഴാണ് ഇവരെല്ലാം ആ ഒരു സ്റ്റേജിലേക്ക് മാറിയിട്ട് ഇവർക്ക് അത് കൂടുതലും ദേവി മൂർത്തിനേക്കാൾ ഉപരി വിഷ്ണുമായ, അതുപോലെ തന്നെ ഈ മാടൻ, ഇപ്പം മോള് പറഞ്ഞല്ലോ മാടൻ, അങ്ങനത്തെ കുറേ നീചമൂർത്തിയാക്കി മാറ്റലുണ്ട്. മൂർത്തിയൊക്കെ നല്ലതാണ്, പക്ഷെ അതിന് നീചഭാവത്തിലേക്ക് ആക്കണ ഒരു ഭാവമുണ്ട്. അവിടെയാണ് ഈ മൂർത്തികൾ പോയിട്ട് അവർക്ക് അത് ചെയ്യലും. ഇത് കുറേ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെയ്ത ആരാണ് ഉപാസകൻ, ആ ഉപാസകന് ഒരു പർട്ടിക്കുലർ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം റിജക്റ്റായിട്ട് അവരെയും അവരുടെ മക്കളെയും ബാധിച്ചിരിക്കും.